5 ദിവസങ്ങളിലും നിങ്ങൾക്ക് ഹാജരാക്കാം. ഈ ടെസ്റ്റ് നടക്കുന്നതിൻ്റെ ഇടയിലാണ് 12 മണി വരെയാണ് നമ്മൾ ടൈമുള്ളത്. 12 മണി വരെ ടൈമുള്ളത്. ഞങ്ങൾ 10 മണി മുതൽ ഗ്രൗണ്ടിൽ ഹാജരുണ്ടാവും. 12 മണി വരെ വരുന്ന എല്ലാ വാഹനങ്ങളും അതാത് ദിവസം പരിശോധിക്കും. അതെല്ലാം ഞങ്ങൾ അവിടെ വെച്ച് ചേർത്തോളും. അത് ചേർക്കും. ഇതിനൊരു ഇൻസ്പെക്ഷൻ ലിസ്റ്റുണ്ട്. ഒരു 10-30 കാര്യങ്ങൾ നമ്മൾ സൂചിപ്പിച്ചു, ഒരു 10-30 കാര്യങ്ങൾ നമ്മൾ മെൻഷൻ ചെയ്തുകൊണ്ട് ഒരു ഇൻസ്പെക്ഷൻ ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. ആ ലിസ്റ്റ് വരുന്ന എല്ലാ വാഹന ഉടമകളുടെയോ അല്ലെങ്കിൽ സ്കൂൾ അധികാരികളുടെയോ ഡ്രൈവറുടെയോ കയ്യിൽ നമ്മൾ കൊടുക്കും. ആ ലിസ്റ്റിൽ നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ ഉൾപ്പെടെ, സ്കൂളിൻ്റെ പേരുൾപ്പെടെ, സ്കൂളിൻ്റെ ഫോൺ നമ്പർ ഉൾപ്പെടെ എല്ലാം റെക്കോർഡ് ചെയ്ത് അതിൻ്റെ ബാക്കി ഞങ്ങളുടെ ടെസ്റ്റിംഗ് സ്പെസിഫിക്കേഷൻസും അതിൽ നോട്ട് ചെയ്തിട്ടുണ്ട്. അതെല്ലാം നോട്ട് ചെയ്തതിന് ശേഷം വാഹനം ഓടിച്ച് കഴിഞ്ഞതിന് ശേഷം ആണ് നമ്മൾ ഈ ചെക്ക് ഇൻസ്പെക്ഷൻ ലിസ്റ്റ് തിരിച്ച് വാങ്ങിക്കുക. ആ തിരിച്ച് വാങ്ങിക്കുന്ന സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ സ്റ്റിക്കർ ഇഷ്യൂ ചെയ്യുന്നത്. അത് ചിലപ്പോൾ അന്ന് തന്നെ നടന്നുകൊള്ളണമെന്നില്ല. ചിലപ്പോൾ നമ്മളത് ആലോചിക്കുന്നത് ചിലപ്പോൾ 23-ാം തീയതി നമ്മൾ ക്ലാസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്, അതായത് പരിശീലനം അറേഞ്ച് ചെയ്തിട്ടുണ്ടല്ലോ, ആ ദിവസം ആയിരിക്കും ഒരുപക്ഷെ ഞങ്ങൾ ഇൻസ്പെക്ഷൻ ലിസ്റ്റ് തിരിച്ച് വാങ്ങിച്ച് ചെക്ക് ഓക്കെ സ്റ്റിക്കർ ഈ പരിപാടിയിൽ വെച്ചായിരിക്കും ഞങ്ങൾ കൊടുക്കുക. അത് തീരുമാനം ആവുന്നതേ ഉള്ളൂ. ശരി സാർ. ഈ കാലയളവിൽ ടെസ്റ്റ് എടുത്ത് പോയിട്ടുള്ള വണ്ടികൾ അതിന് കൊണ്ടുവരേണ്ട ആവശ്യമില്ല സാർ പറഞ്ഞത്. അതിന് തിരുത്തുണ്ട്. കാലയളവിൽ ടെസ്റ്റ് എടുത്ത് പോയിട്ടുള്ള വാഹനങ്ങളല്ല. കാലയളവിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ വർഷവും അല്ലെങ്കിൽ അതല്ല ഉദ്ദേശിക്കുന്നത്. ഈ മാസം, അതായത് മെയ് 1 മുതൽ ഇപ്പോൾ സ്ഥിരമായിട്ട് ടെസ്റ്റിന് വാഹനങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പരിശോധന ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഈ ചെക്കറൊക്കെ തരത്തിലുള്ള പരിശോധനയും നമ്മൾ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ആ വാഹനങ്ങൾ ഇനി കൊണ്ടുവരേണ്ടതില്ല. സാർ, അതുപോലെ തന്നെ ഇപ്പം ഇതിൽ ഈ ക്യാമറകളില്ലാത്ത വണ്ടികളുണ്ട് ടെസ്റ്റ് എടുത്ത് പോയിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് ഈ ചെക്കിങ്ങിന് വരുന്ന സമയത്ത് ക്യാമറകൾ ഫിറ്റ് ചെയ്തിട്ട് വേണോ വരാൻ, അതോ നിർബന്ധമായി ഫിറ്റ് ചെയ്യണം? അതിപ്പോൾ ചോദിച്ചു നന്നായി. ക്യാമറകൾ മാത്രമല്ല, നമ്മൾക്ക് ഇതിൻ്റെ ഇപ്പോൾ GPS, അതുപോലെ വിദ്യാവാഹൻ എന്നിവ ഇൻസ്റ്റാൾ ചെയ്യുകയും അത് അപ്ലോഡ് ചെയ്യുകയും വേണം. കറണ്ട് അത് വർക്കിംഗ് കണ്ടീഷനിലായിരിക്കണം. അത് പരിശോധിച്ച് വണ്ടികളെ വിജയകരമായിട്ട് അത് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുള്ള വാഹനങ്ങൾ മാത്രമേ നമ്മൾ പരിശോധിക്കുന്നത് തന്നെ വിധേയമാക്കുള്ളൂ. അതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ ഇതിൽ പരിശോധിക്കുന്നത് നമ്മൾ വാഹനത്തിൻ്റെ മെക്കാനിക്കൽ കണ്ടീഷനാണ് പ്രധാനമായിട്ടും പരിശോധിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ വാഹനത്തിൻ്റെ രേഖകൾ സാധുവാണോ എന്ന് പരിശോധിക്കും. രേഖകൾ സാധുവാണോ എന്ന് പരിശോധിക്കാൻ മുൻകാലങ്ങളിൽ അതേപോലെ ഒറിജിനൽ രേഖകൾ കൊണ്ടുവരണമെന്നില്ല. മറിച്ച് നമുക്ക് നമ്മുടെ കയ്യിലുള്ള ആപ്പ് ഉപയോഗിച്ച് നമുക്കത് പരിശോധിക്കുന്നതാണ്. കൊണ്ടുവരുന്നത് നല്ലതാണ്. പിന്നെ സ്പീഡ് ഗവർണറാണ് മറ്റൊരു വിഷയം. സ്കൂൾ വാഹനങ്ങളുടെ സ്പീഡ് എന്ന് പറയുന്നത് 50 കിലോമീറ്ററിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് സ്കൂൾ പരിസരത്തല്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. സ്കൂൾ പരിസരത്ത് 30 കിലോമീറ്റർ സ്പീഡ് മാത്രമേ പാടുള്ളൂ. അപ്പോൾ 50 കിലോമീറ്റർ സ്പീഡിൽ സ്പീഡ് ഗവർണർ ഘടിപ്പിച്ച് അത് ചെക്ക്